ഒക്കടാ കിറ്റ് പൊട്ടൂടാ. ഇനി വീണ് കിടക്കണ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടേ പൊക്കുള്ളൂ. കേരള മോനെ. അടുത്തിട്ട് ഞാൻ പറഞ്ഞു അതിൽ റൈറ്റ് സൈഡ് പിടിക്കുന്നു. സസ്പെൻഷൻ കഴിച്ചിട്ടുള്ള ആദ്യത്തെ റൈഡാണ്. വണ്ടി സെറ്റായിട്ട് കയറുന്നുണ്ട്. അയ്യോ, മുകളിൽ ചെന്നിട്ടുള്ള വ്യൂസാണ് കാണാൻ. അടിപൊളി വ്യൂസാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൽ തുടങ്ങാണ്. അപ്പോൾ നമ്മുടെ ഹീറോ എക്സ്ട്രീം എന്നാൽ വായ തന്നെ ഹീറോ കരിസ്മയും കൊണ്ടുള്ള ഫസ്റ്റ് റൈഡാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്രാഷ് ആടും കാര്യങ്ങളൊന്നും ഇല്ല. പതിയെ പോണോളൂ കേട്ടോ, പതിയെ പോണോളൂ. ഓ, ആദ്യത്തെ ചെളി. ആണല്ലേ, ഇതിപ്പോൾ ആട് പെടും. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും വണ്ടിയുടെ സൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പൾസിനോട്ട് കേൾപ്പിച്ചുതരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ടാസ്ക് വഴിയായിട്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വേനൽ ഇവിടുത്തെ 2 വീട്ടുകാരുണ്ട്. അവർ വഴിയൊക്കെ റെഡി ആക്കിയായിരുന്നു. പക്ഷേ വീണ്ടും വഴി ആകെ ശോകമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ആ കാണുന്ന മലയുടെ മുകളിൽ നമ്മൾ പോകണം. അവിടെ ബുള്ളറ്റ് അവൻ കയറുന്നുണ്ട്. നമ്മുടെ കൂടെ നിന്ന് 4 വണ്ടിയാണ്. എൻ്റെ കരിസ്മ, 2 4 എക്സ്പൾസ്, ഒരു നമ്മുടെ സ്ഥിരം അവഞ്ചർ സെവിൻ്റെ, പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ബുള്ളറ്റ് ആയിട്ടുണ്ട്, ക്ലാസിക് 350. അപ്പോൾ ക്ലാസിക് കയറാച്ചിട്ട് പാടുകളുണ്ട് അവിടെ. ഇത് ചെറിയൊരു വെള്ളം ഒഴുകണ ഭാഗമാണ്. നല്ല മഴയത്തൊക്കെ കുത്തി ഒഴിച്ച് വെള്ളമായിരിക്കും. അപ്പോൾ എത്ര മണ്ണിട്ടാലും ഇവിടെ മണ്ണൊക്കെ ഒഴിച്ച് താഴേക്ക് പോകും. നമ്മൾ ചുമ്മാ സൺഡേ റൈഡായിട്ട് ചെറിയൊരു ഓഫ് റോഡ് ഒന്നുണ്ടോ. എല്ലാവരും കയറിയിട്ടാ വഴി. ഓരോരുത്തരുടെ അടുത്ത് കയറ്റടേ. വലിയ സെറ്റപ്പ് ഒന്നും ആയില്ലല്ലേ. വഴി പഴയതുപോലൊക്കെ തന്നെയാണ്. കുറച്ച് കയറ്റം കുറഞ്ഞുണ്ടോ, പക്ഷെ ടോപ്പ് ഭയങ്കര കഷ്ടമുണ്ട്. ടോപ്പാ അവന്മാർ 2 വണ്ടിയിട്ട് തള്ളണിട്ടാ. റസാക്ക് എക്സ്പൾസും അവനവിടെ ക്ലാസിക് വിട്ട് തള്ളിക്കുന്നുണ്ട്. ഇതൊക്കെ പിടച്ചേറിട്ടാ.
സെവിനൊക്കെ പ്രോയായിട്ടാ. ക്ലാസിക്കും അവഞ്ഞറും ഒരു എക്സ്പൾസും കയറിയിട്ടുണ്ട്. ഇനി 2 വണ്ടിയുണ്ട്. 2 വണ്ടി കയറ്റാൻ തള്ളേണ്ടതെന്ന് തോന്നുന്നു. ഈ വഴികളൊക്കെ നമ്മൾ കയറിയത്. അത് ഫസ്റ്റ് ടാസ്ക്കാണിത്. ഞാൻ അടുത്ത വശം നല്ലോണം കയറി പോയല്ലേ. ആ ഓടാ ബാക്കിലൂടെ കുഴപ്പമില്ല. ആ ഇനി വിട്ടോ. അയ്യോ പഠിച്ച് തകർന്ന് ഓഫ് റോഡൊന്നും കയറുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ തന്നെ വണ്ടി പിടിക്കും. സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടിയതുള്ളൂ. സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ആദ്യത്തെ റൈഡാണ്. വണ്ടി സെറ്റായിട്ട് കയറുന്നുണ്ട്. അയ്യോ നീ അവിടെ നിൽക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് ഓഫ് റോഡ് അടിക്കും വണ്ടി. പുറകെ പോകരുതെന്ന് പറയുന്നത്. അമ്മാര് എക്സ്പൾസ് അടിച്ച് കയറി പോട്ടോ. അതന്ന് മണ്ണിട്ടാന്നല്ലേ. അപ്പോൾ ചെറിയ വാട്ടർ ക്രോസിങ്ങൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ കുറഞ്ഞ നേരം വെള്ളം കുറവാണ്. എങ്ങനെയുണ്ട് അവസ്ഥ? അതെ ഓ മാറിക്കട കണ്ടത്. അവിടെയാണ് ഒരു ഭയങ്കര കയറ്റമുള്ളത്. ആ ഭാഗത്ത് അല്ല അടുത്തല്ലേ ഞാൻ പറഞ്ഞ അതിൽ റൈറ്റ് സൈഡ് പിടിക്കുന്നു. ഫോട്ടോ എടുക്ക ഫോട്ടോ എടുത്തല്ല വണ്ടി കിറ്റ് കൂട്ടികളെ ഫോട്ടോ എടുക്കാണ്ട് പോക്കൂല. നിങ്ങള് വീണത് കിട്ടിയില്ല. ഇനി വീണ് കിടക്കണം. ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടേ. അപ്പോൾ വണ്ടി ആദ്യത്തെ വീഴ്ച നമ്മൾ പാസ്സാക്കി.
പോട്ടെ പോട്ടെ പോട്ടെ. ആഹാ എക്സ്പൾസൊക്കെ സിമ്പിളായിട്ട് കയറി കേട്ടോ. ഓ അടിച്ചു കയറി. പോട്ടെ പോട്ടെ. ഞാൻ പറഞ്ഞില്ല ഏറ്റവും സുഖം അവൻ എന്താണ് ഓടിക്കാൻ. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലോട്ട് പോവാണ്. നാലുപേരെ കാട്ടിലോട്ട് കയറി പോയില്ല. ചെറിയ അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി സെക്കൻഡ് ഗിയറിലായിപ്പോയി. സെക്കൻഡ് ഗിയറിലാണ്ടോ വണ്ടി കയറി വന്നാ. ഓ ഇതൊക്കെ ഭയങ്കര ശോകമായി. നമ്മൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ക്രാഷ് കാർഡും പിടിച്ച് വലിച്ചേടാ. ഫ്രണ്ടും കാണില്ല.
ആ ഫ്രണ്ട് പൊങ്ങണ്, തിരിക്കാനാണുള്ള പണി. അവിടെ നടന്നോ വണ്ടി കൊണ്ടുപോയി റിസ്കാ. ആ അങ്ങനെ ഇറക്കാമല്ലോ അല്ലേ ഗേസ്. അപ്പോൾ നമ്മളെല്ലാവരും താഴെ നിന്ന് വണ്ടി അടിച്ചിട്ട് ഈ മലയുടെ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. നമ്മുടെ പേഴക്കല്ലാണത്, അവിടെയാണ് തുലാസ്മൗണ്ട്. അറ്റത്ത് നമ്മുടെ പുള്ളിക്കാരൻ റോഡൊക്കെ കാണാം. പുള്ളിക്കാരാണ് ഇവിടെ. താഴെ കാണുന്ന മൂലമറ്റം എലപ്പിലേക്കാണ്. നല്ല കാറ്റാണ് ഇവിടെ നിന്ന്. ഒരു 360 കാണിച്ചു തരാം. ഇനി അങ്ങോട്ടേക്ക് നടന്ന് മല കയറി നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലകെട്ട് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. വണ്ടീനെ അങ്ങോട്ട് കയറില്ല, അവിടെ വരെ വണ്ടി കയറുള്ളൂ. നമ്മൾ അഡ്വഞ്ചറൊക്കെ അടിച്ചിട്ട് കരിസ്മയുടെ ഫസ്റ്റ് റൈഡായിരുന്നു. 2 എക്സ്പൾസും 1 ക്ലാസിക്കും പിന്നെ സെബിൻ്റെ അവഞ്ചറും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചേരം മിസ് വെച്ചാൽ നേരെ താഴേക്ക് നമ്മൾ ഇറങ്ങാം.